നില കുറച്ചുനേരം ആ നിൽപ്പ് നിന്നു. ജിതിനോട് അവൾക്ക് പഴയപോലെ ഇടപഴകാൻ ഇനി ആവില്ലെന്ന തോന്നൽ, തൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന തോന്നൽ, ഒപ്പം ജിതിനിൽ നിന്ന് കേട്ട വാക്കുകൾ ഒരിക്കലും മറവിലേക്ക് തള്ളാൻ കഴിയുന്നതല്ല. അതിലപ്പുറം ഇനിയുള്ള തൻ്റെ നോട്ടമോ സംസാരമോ തെറ്റിദ്ധരിക്കപ്പെടുമോ എന്നുള്ള ഭയവും അവളിൽ മുന്നിട്ട് തന്നെ നിന്നു. പോക്കറ്റിൽ കിടന്ന ഫോൺ റിങ് ചെയ്തപ്പോഴാണ് നില ആ നിൽപ്പിൽ നിന്ന് അനങ്ങിയത്. സനിയാണ് വിളിക്കുന്നതെന്ന് കണ്ട് അവൾ വേഗം ഫോൺ എടുത്തു. ഹലോ. വളരെ പതിഞ്ഞു പോയുള്ള അവളുടെ ശബ്ദം. നില ഓക്കെ അല്ലേ? ആർക്കും ഇഷ്ടക്കുറവ് ആവണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാൻ ഒന്നും മിണ്ടാതെ പോന്നത്. എന്തേലും ആവശ്യം തോന്നിയാൽ വിളിച്ചോട്ടാ. വീട്ടിലെത്തിയോ? ഇല്ല, നമ്മുടെ കോളേജ് എത്തുന്നുള്ളൂ. പിന്നെ ഞാൻ മാക്സിമം 4-5 ദിവസം കാണുള്ളൂ. നില എങ്ങനെയാണ് നോക്കിയിട്ട് പറ. ചേച്ചിയുടെ ഡേറ്റൊക്കെ ആവാനായിട്ടുണ്ട്. ഇപ്പം ഞാൻ തിരിച്ചു വന്നാൽ ശരിയാവില്ല. അത് ശരിയാ. പിന്നെ വിശ്വസാറിനെ കാണണം. അതിൽ നീ മടിയൊന്നും കാണിക്കരുത്. തെറ്റിദ്ധാരണകളെല്ലാം മാറ്റണം. ആ മുള്ളിന് ശക്തി പോരായിരുന്നു. നീ വിളിച്ചാൽ മതി, ഞാനും വരാം. അവളുടെ അവസ്ഥയോർത്ത് സനി പറഞ്ഞു. ആൻറ്റിയുടെ അടുത്ത് ചെന്നിട്ട് വിളിക്കണം കേട്ടോ. ഞാൻ ഒന്ന് വീട്ടിൽ ചെന്ന് ഫ്രഷ് ആയിട്ട് കഴിഞ്ഞ് ഇറങ്ങും. വിളിക്കാം. സനി ഫോൺ വെച്ച് കഴിഞ്ഞ് നീള വേഗം പോയി ഫ്രഷായി ഡ്രസ് ചേഞ്ച് ചെയ്തു. പുറത്തേക്ക് ഇറങ്ങിച്ചാൽ അവൾക്ക് തോന്നിയില്ല. അവൾ ബെഡിലേക്ക് കമിഴ്ന്ന് കിടന്നു. ബെഡിൻ്റെ അങ്ങേയറ്റത്ത് സോറി സ്ലിപ്പും മിൽക്കി ബാറും അങ്ങനെ തന്നെ ഇരുന്നു. അതൊന്നും എടുത്തു നോക്കാൻ അവൾക്ക് തോന്നിയില്ല. വീണ്ടും മുന്നേ ടാക്സി നിർത്തി സനി ഇറങ്ങി. ബാഗ് എടുത്ത് ഗേറ്റ് മുന്നിൽ ചെന്ന് നോക്കുമ്പോൾ അത് ലോക്കല്ലായിരുന്നു. ജെസി ചേച്ചി വന്നിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന കോണിബെൽ അമർത്തും മുന്നേ അവൻ കണ്ടിരുന്നു ജെസി ചേച്ചിയുടെ ചെരുപ്പിനൊപ്പം കിടക്കുന്ന മറ്റൊരു ഹൈ ഹീൽ ചെരുപ്പ്. ഉള്ളിൽ നിന്ന് ഉതിർന്നു വന്ന ചിരി അവന് നടക്കി പിടിച്ചു. വൈകിയോ മോനെ? ചോദ്യവുമായാണ് ജെസി വാതിൽ തുറന്നത്. നിലയെ ആക്കിയിട്ടാണ് ചേച്ചി വരുന്നത്, അതാ വൈകിയത്. ആണോ? മമ്മി വിളിച്ച് പറഞ്ഞിരുന്നു മോൻ വരുന്നത്. അപ്പോൾ പിന്നെ ഞാനങ്ങ് പോന്നു. ഒന്ന് ക്ലീൻ ചെയ്യുകയും ചെയ്യാം. പിന്നെ മോന് കഴിക്കാൻ വല്ലതും ഉണ്ടാക്കണമെങ്കിൽ അതും ആവാമല്ലെന്ന് കരുതി. കഴിക്കാൻ ഒന്നും വേണ്ട ചേച്ചി. ഫ്രഷായി ഇച്ചിരി നേരം ഒന്ന് കിടന്നിട്ട് ഞാനങ്ങ് പോകും. പറഞ്ഞതിനൊപ്പം ലിവിങ് റൂമിൻ്റെ സൈഡിൽ നിന്ന് തന്നെ നല്ലോണം നോക്കുന്നവളെ അവനും ഒരു നോട്ടം നോക്കി. മോൻ ഫ്രഷ് ആകുമ്പോഴേക്കും ചേച്ചി ഒരു ചായ ഇട്ട് തരാം. വേണ്ട, ദേ ഇവൾക്ക് വേണമെങ്കിൽ ഒരെണ്ണിട്ട് കൊടുക്ക്. എനിക്ക് വേണ്ട, ഇഷ പെട്ടെന്ന് പറഞ്ഞു. എന്നാൽ ചേച്ചി ചേച്ചിയുടെ പണി നോക്കിക്കോ. സനി ഇഷയെ ഒന്ന് നോക്കിയാണ് പറഞ്ഞത്. ജെസി ചേച്ചി ഒരു ചിരിയോടെ അടുക്കള ഭാഗത്തേക്ക് നടന്നു. മമ്മിയുടെ ഇച്ചു മുടങ്ങാതെ വിളിക്കുന്നുണ്ടല്ലേ എൻ്റെ മമ്മിയെ? അവനെ നോക്കി തന്നെ അവൾ മൂളി. അവനും ഏതാനും നിമിഷം അവളെ നോക്കി. ആദ്യം കണ്ടിൽ നിന്ന് വലിയ മാറ്റമൊന്നും പറയാനില്ല. വെള്ള ടോപ്പും ബ്ലാക്ക് മിഡിയുമാണ് വേഷം. ഇപ്പോഴും കുട്ടിത്തം വിടാതെ മുഖമാണ്. പക്ഷേ നോട്ടത്തിലും വാക്കിലും നല്ല ഉറപ്പാണ്. എന്നാലും താൻ ആൾ കൊള്ളാം. എന്നോട് ഇഷ്ടം തോന്നിയാൽ അത് എന്നോടല്ലേ പറയേണ്ടത്, അല്ലാതെ എൻ്റെ മമ്മിയോടാണോ? എനിക്ക് ചേട്ടനെ ഇഷ്ടമാണ്. സനി പറഞ്ഞു തീരലും നല്ല ഉറപ്പോടെ ഇഷ തൻ്റെ ഇഷ്ടം പറഞ്ഞു. അങ്ങനെ ഒരു പ്രതികരണം അവൻ പ്രതീക്ഷിച്ചില്ല. അവനൊന്ന് അമ്പരന്നു. ആ അമ്പരപ്പ് അവൻ്റെ മുഖത്തും പ്രകടമായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമാണ്. അവൻ്റെ മുഖം കണ്ട് അവൾ ഒന്നുകൂടെ വ്യക്തമാക്കി. ഓ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്നാലേ എൻ്റെ കൂടെ മമ്മിയുടെ വീട്ടിലേക്ക് പോരെ. മമ്മിയുടെ അമ്മച്ചി എന്നെ കാണണമെന്ന് പറഞ്ഞല്ലേ വിളിച്ചേക്കുന്നത്. ഇനി ചിലപ്പോൾ മുകളിലേക്ക് പോകും മുന്നേ എൻ്റെ കല്യാണം കൂടി കാണണമെന്നങ്ങാൻ പറഞ്ഞാലോ? ഹോസ്പിറ്റലിലൊക്കെ കിടക്കുന്ന ആളല്ലേ, അന്നേരം പെണ്ണിനെ തപ്പി ഓടണ്ടല്ലോ. അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ട് വരാം. എൻ്റെ ദൈവമേ, അവൻ്റെ തമാശ പോലും അവൾ കാര്യമായാണ് എടുത്തത്. ജെസി ചേച്ചിയെ, ഇതിനിപ്പോൾ തന്നെ വീട്ടിൽ കൊണ്ടാക്കിയേ. അടുക്കള വശത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞിട്ട് അവൻ സ്റ്റെപ്പ് കയറി. ഞാൻ ജെസി ചേച്ചി പോകുമ്പോൾ പോവുള്ളൂ. ഓ ആയിക്കോട്ടെ. ഇനി ഡിഗ്രിയും PGയും കഴിഞ്ഞിട്ട് എൻ്റെ മുന്നിൽ വരാവൂ. അന്നേരം എന്നെ കിട്ടുമോ? ആലോചിക്കാം. മുകളിലെ സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് സനി ഇല്ലാത്ത ഗൗരവം വരുത്തി പറഞ്ഞു. സത്യം? ഇഷ ആവേശത്തോടെ 2 സ്റ്റെപ്പ് മുകളിലേക്ക് കയറി. നോ, അവിടെ നിന്നോളണം. ഇങ്ങോട്ട് കയറി വന്നാൽ വടിയെടുത്തടിക്കും ഞാൻ. ഇഷ കയറിയതിലും സ്പീഡിൽ തന്നെ താഴേക്ക് ഇറങ്ങി. സനി ഒന്ന് നെഞ്ചിൽ കൈവച്ചു പോയി. റൂമിലേക്ക് നടക്കുമ്പോൾ ഗൗരവമൊക്കെ വിട്ട് നല്ലൊരു ചിരി അവൻ്റെ മുഖത്ത് തെളിഞ്ഞിരുന്നു. എന്നാലും ചേച്ചി, ഇതെന്ത് പോക്കായിരുന്നു. ഞങ്ങളെയൊന്നും ഓർക്കുക കൂടി ചെയ്തില്ലല്ലോ. വീട്ടിലേക്ക് കയറി വന്ന വിശ്വജിത്ത് കേൾക്കുന്നത് വൃന്ദയുടെ ഈ സംസാരമാണ്. അവനൊന്ന് മുകളിലേക്ക് നോക്കി. ബാൽക്കണിയിൽ നിന്ന് ഫോണിൽ സംസാരിക്കുന്ന വൃന്ദ. ഫോണിൻ്റെ മറുതലയ്ക്കൽ ആരാണെന്നുള്ളത് അവന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ സംസാരം കേൾക്കാൻ നിൽക്കാതെ അവൻ റൂമിലേക്ക് കയറിപ്പോയി. അമ്മയുടെ നിർബന്ധത്തിന് വീട്ടിലേക്ക് വന്നതാണ് വിശ്വജിത്ത്. ഈ വരവിന് നിലയെ കാണാതിരിക്കുക എന്നൊരു ഉദ്ദേശം കൂടിയുണ്ട്.
നിള നാട്ടിലെത്തിയിട്ട് ദിവസം ഒന്ന് പിന്നിട്ടിരിക്കുന്നു. തൻ്റെ കാര്യത്തിൽ നിളയ്ക്ക് വന്നു എന്ന് പറയുന്ന തെറ്റിദ്ധാരണ ജിതിൽ നിന്ന് അറിഞ്ഞതിൽ പിന്നെ വിശ്വത്തിൻ്റെ ഉള്ളിൽ നോവിൻ്റെ ആഴം കൂടുകയാണ് ചെയ്തത്. ഇത്രയും വിശ്വാസമേ അവൾക്ക് തന്നോടുണ്ടായിരുന്നുള്ളൂ. തൻ്റെ പ്രണയം തോറ്റുപോയോ? സാധാരണ അവധി ദിവസം കൂടി വീട്ടിൽ വരാത്ത മകൻ ഒന്ന് വിളിച്ചപ്പോഴേക്കും ലീവ് എടുത്ത് വന്നത് വനജയ്ക്ക് അതിശയമായിരുന്നു. രാവിലെ വൃന്ദ കോളേജിൽ പോയതിനു ശേഷമാണ് വിശ്വത്ത് വീട്ടിലെത്തിയത്. ഉച്ചയ്ക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങിയവൻ തിരിച്ചു വരുന്നത് ഇപ്പോഴാണ്. വൃന്ദ അറിഞ്ഞിരുന്നില്ല അവൻ വന്നത്. കോളേജിൽ നിന്ന് വന്നപ്പോഴാണ് നിള വന്നു എന്നുള്ള സേതിയുടെ മെസ്സേജ് കാണുന്നത്. അന്നേരം നീലിമയുടെ ഫോണിൽ വിളിച്ച് നിളയോട് സംസാരിക്കുകയാണ് അവൾ. എവിടെയായിരുന്നു ജിത്തു? ഒന്ന് പറഞ്ഞിട്ട് വേണ്ടേ പോണമെങ്കിൽ? ഞാൻ ഒന്ന് കിടന്നെണീറ്റപ്പോൾ നിന്നെ കാണുന്നില്ല. ഞാൻ ഒന്ന് വെറുതെ പുറത്തേക്ക് ഇറങ്ങിയതാമ്മേ. നീ വാ, ചായ ഇടാം. അവൾ വന്ന വഴിയെ റൂമിൽ കയറിയതാ. കഴിക്കാനൊന്നും വേണ്ടയാവോ? വിശ്വത്തെ അമ്മയ്ക്ക് പിന്നാലെ തന്നെ എഴുന്നേറ്റ് പോന്നു. അമ്മ ചായക്ക് വെള്ളം വെക്കുന്നത് നോക്കി കിച്ചണിലിട്ട ചെറിയ മേശയ്ക്കരികെ ചെയർ വലിച്ചിട്ട് അവൻ ഇരുന്നു. നീ ഇനി തിങ്കളാഴ്ചയല്ലേ പോവൂ? കഴിക്കാൻ ഉള്ളത് അവന് മുന്നിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് അവർ തിരക്കി. ഇതെന്താ ഇപ്പോൾ ഒരു മസാല ദോശ? അത് രാവിലത്തെ മാവ് ബാക്കിയുണ്ടായിരുന്നു. അവൾ വന്നു കയറുമ്പോൾ നല്ല വിശപ്പാണ്. ഇപ്പം മുന്നത്തെ പോലെ നേരം വൈകി വരലോ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി കഴിക്കലോ ഒന്നും അങ്ങനെ ഇല്ല. അതും ഞാൻ എന്നും എന്തെങ്കിലും ഉണ്ടാക്കി വയ്ക്കും. നന്നായിട്ടുണ്ട്. തക്കാളി ചമ്മന്തിയും കൊള്ളാം. ഞാൻ ചോദിച്ചിന് മറുപടി പറ ജിത്തു. തിങ്കളാഴ്ചയല്ലേ നീ പോവൂ? എന്തിയേ? എന്നാൽ നമുക്ക് ഞായറാഴ്ച ശ്വേതയുടെ അടുത്ത് പോവാം. കല്യാണത്തിന് ഈ മാസം ഒന്നും തികച്ചില്ല. അവളുടെ കയ്യിൽ നീക്കിയിരിപ്പുണ്ട്. പിന്നെ ശരത്തും വേണ്ടത് ചെയ്യും. നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മളും ചെയ്യും. എന്നാലും അങ്ങനെയല്ലല്ലോ. അച്ഛൻ്റെ പറമ്പ് ഇവിടെ കിടക്കുമ്പോൾ നല്ലോണം തന്നെ ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യണം. വർഷം ഇത്രയായിട്ട് ആ പറമ്പിൽ നിന്ന് ഒരു ആദായം പോലും അവർ വാങ്ങിയിട്ടില്ല. പുതുതയ്ക്ക് കൊടുക്കാനൊന്നും ശ്വേതയ്ക്ക് താല്പര്യമില്ല. ഒരിക്കൽ ഞാൻ ചോദിച്ചതാ. അമ്മ എന്താ പറഞ്ഞു വരുന്നത്? നമ്മളെക്കൊണ്ട് ഒന്നിച്ചതെടുക്കാൻ പറ്റില്ല. അധികം വൈകാതെ നിനക്ക് കല്യാണം നോക്കണ്ടേ? പിന്നെ 2 വർഷത്തിനുള്ളിൽ വൃന്ദയ്ക്കും നോക്കണം. അപ്പോൾ പിന്നെ അച്ഛനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. പറമ്പിപ്പോൾ അവിടെ കിടക്കട്ടെ. ആൻറ്റിക്ക് പോരാതെ പിന്നെ നമുക്ക് കൊടുത്താൽ പോരെ? അങ്ങനെയല്ലടാ, ശ്വേത അങ്ങനെ വാങ്ങില്ല. പിന്നെ ഇവിടുത്തെ സ്വത്ത് കിടക്കുന്നത് കണക്കിൽ കൂട്ടാതെയാണ് അവൾ സേതിക്ക് സ്വരുക്കൂട്ടിയത്. അത് പോരാ. സ്വേതിയുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എങ്ങനെ നടത്തുമോ അത്രയും നല്ലോണം തന്നെ ചെയ്യണം. പ്രസന്നൻ പറഞ്ഞത് പകുതി സ്ഥലം അവൻ എടുത്തോളാം എന്നാണ്. അത് മതിയാവും. ബാക്കിയുള്ളത് സേതുവിന് കിടക്കട്ടെ. പിന്നെ പകുതി എടുക്കാനുള്ള പൈസ മുഴുവനായും അവൻ്റെ കയ്യിലില്ല. മാമനെ നീയും സഹായിക്കേണ്ടി വരും. അവനത് പതുക്കെ തന്ന് തീർക്കും. അത് വേണോ? പകുതി സ്ഥലം സേതുവിന് എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്ന പോലെ സേതിക്കും എഴുതി വയ്ക്കാം. അല്ലാതെ കല്യാണത്തിന് വേണ്ടി സ്വർണം വാങ്ങിക്കൊണ്ടത് എനിക്ക് യോജിപ്പില്ല. അതും ലോക്കറി കൊണ്ടുവയ്ക്കാൻ. എന്തായാലും നമുക്ക് ഞായറാഴ്ച അങ്ങോട്ട് പോവാം. സേതുയോടും ശരത്തിനോടും കൂടി ആലോചിച്ച് അവരുടെ അഭിപ്രായം പോലെ ചെയ്യാം. അത് മതി. ഇനി കാശിന് ആവശ്യമാണെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. ഞാൻ സംസാരിക്കാം ആൻറ്റിയോട്. ദിവസം വേഗം പോവും. ഒരുക്കങ്ങൾ വേഗം തുടങ്ങണം. ശ്വേത മാത്രം ഓടിയ കാര്യങ്ങളാവോ? സേതുവിന് പരീക്ഷ സമയമാണ്. ശരത്തിന് കട അടച്ചിട്ട് ഒന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ. നോക്കാം അമ്മേ. ഏട്ടനെ പോന്നു. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് താഴേക്ക് വന്ന വൃന്ദ പെട്ടെന്ന് അവനെ കണ്ട് അതിശയിച്ചു. ഞാൻ രാവിലെ വന്നു മോളെ. എന്നിട്ട് അമ്മ പറഞ്ഞില്ലല്ലോ. അത് നീ കോളേജിൽ നിന്ന് വന്നത് റൂമിൽ പോയില്ലേ? ഞാൻ പിന്നെ നിന്നെ കണ്ടോ? അത് ഞാനൊരു ഫോൺ നിളയെക്കുറിച്ച് പറയാനുള്ള തിടുക്കം അവളിൽ നിറഞ്ഞു നിന്നു. മോൾ കഴിക്ക്. ഞാൻ ഒന്ന് തറവാട്ടിൽ പോയിട്ട് വരാം. സൺഡേ എല്ലാവർക്കും ഒന്നിച്ചു പോകാം. മാമനോട് ഞാൻ പറയാം. വൃന്ദയ്ക്ക് സംസാരിക്കാൻ അവസരം നൽകാതെ അവളോടും അമ്മയോടുമായി പറഞ്ഞിട്ട് അവൻ വേഗം എഴുന്നേറ്റ് കൈ കഴുകി. അമ്മയുടെ കൈകളിൽ നിന്ന് ചായ ഗ്ലാസും വാങ്ങി കുടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ചേട്ടനെ അവൾ നിരാശയോടെ നോക്കി. നിള വന്നതോടെ നീലിമ ഒന്ന് ഉഷാറായി. നിള എപ്പോഴും ചേച്ചിക്കൊപ്പമാണ്. ജിതിനോട് അവൾ ഒരു അകലം കാണിച്ചു. ജിതിൻ അവൾക്ക് ചേച്ചിയുടെ ഭർത്താവ് എന്ന രീതിയിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയതുപോലെയാണ്. എല്ലാവർക്കും അത് മനസ്സിലായെങ്കിലും കൂടി അതേക്കുറിച്ചൊരു സംസാരം വന്നില്ല. എന്തേലും ചോദിച്ചാലോ പറഞ്ഞാലോ നിള തിരിച്ചു പോകുമോ എന്ന ഭയമുണ്ട്, പ്രത്യേകിച്ച് നീലിമയ്ക്ക്. അതുകൊണ്ട് തന്നെ ജിതിൻ്റെ സങ്കടം അവളാൽ കഴിയും പോലെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അല്ലാതെ നിളയോട് അതേക്കുറിച്ച് സംസാരിക്കാൻ നീലിമ ധൈര്യപ്പെട്ടില്ല. രാത്രി കിടക്കാൻ നേരം പതിവ് പോലെ വിശേഷങ്ങൾ തിരക്കി നിള സനിയെ വിളിച്ചു. ഹലോ, വീട്ടിലുണ്ടോ അതോ മമ്മിയുടെ അടുത്താണോ? എടുത്ത് പട നില തിരക്കി. ഞാനും പപ്പയും വീട്ടിലുണ്ട്. മമ്മിയുടെ അമ്മച്ചിക്ക് ഇപ്പോൾ പേടിക്കാനൊന്നുമില്ല. നാളെ ഡിസ്ചാർജ് ആവും. സനിച്ചേട്ടൻ എന്നാ പോകുന്നത്? ഞാനും പപ്പയും തിങ്കളാഴ്ച പോകും. മമ്മിയുടെ കാര്യം ഉറപ്പായിട്ടില്ല. പിന്നെ ഞായറാഴ്ച ഞാൻ മമ്മിയുടെ അവിടെ പോകുമ്പോൾ നീയും വാ. സേതിയെ പോയി കാണാം. ഉറപ്പില്ലാതെയാണ് നിള മൂളിയത്. ഞാനും വരാടി. അവൾക്ക് കുറച്ച് പരിഭവം കാണും. നമുക്ക് സംസാരിച്ച് തീർക്കാം. നീ ടെൻഷൻ ആവണ്ട. പോവാം. മറക്കണ്ട. അപ്പം ഞായറാഴ്ച രാവിലെ ഞാൻ പിക്ക് ചെയ്യാൻ വരാം. സനി ഫോൺ വച്ചിട്ടും നിള വല്ലായ്മയോടെ ഇരുന്നു. വിശ്വജിത്ത്, സേതി
അവർ നൽകിയ വിശ്വാസത്തിൽ തോറ്റുപോയവളാണ് നിള. തുടരും. സ്നേഹത്തോടെ, അഭിനവി.